10th സ്റ്റാൻഡേർഡ് 2024-25 ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ്റെ ആൻസർ കീയുടെ രണ്ടാം പാർട്ട് വീഡിയോ ആണിത്. 10 വരെയുള്ള ക്വസ്റ്റ്യൻ മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 11 ഇൻ ദ ഫിഗർ O is the center of the circle, angle ACB equal to 50 degree. What is the measure of angle AOB? 50 degree ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ 100 ആയിരിക്കും. പിന്നെ draw a triangle of circumradius 3.5 cm and two of the angles 50 degree and 65 degree. ആദ്യം 3.5 കോമ്പസിലെടുത്തിട്ട് ഒരു വൃത്തം വരയുക, ഒരു സർക്കിൾ വരയാം, എന്നിട്ട് ഒരു റേഡിയസ് വരക്കാം. ഒരു റേഡിയസ് വരച്ചിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് 50 ഡിഗ്രി ആണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 100 ഡിഗ്രി എന്ത് ചെയ്യുക, അപ്പോൾ ട്രാക്ടറിൽ എടുത്തിട്ട് ഒരു ആരം കൂടെ വരക്കാം. അതേപോലെ തന്നെ 65 ഡിഗ്രി വേണ്ടെടുക്കുക, 65ൻ്റെ ഇരട്ടിയായ 130 എടുത്തിട്ട് വരക്കാം, വേറൊരു ആരം കൂടെ വരക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഈ ആരങ്ങളൊക്കെ സർക്കിളിൽ മുട്ടുന്ന പോയിന്റ് യോജിപ്പിച്ച് നമ്മുടെ ചിത്രമായി. അടുത്തത് ദ സം ഓഫ് 12th and 18th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 126. x12ഉം x18ഉം 126 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 29th ടേം ഓഫ് ദി സീക്വൻസ്? x1ഉം x29ഉം 126 ആണ്. കാരണം എന്താണ്, നമുക്ക് ഈ 30 കിട്ടുന്ന സംഖ്യകൾ 12ഉം 18ഉം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അറ്റത്തത് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ കൂട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതും 126 തന്നെയായിരിക്കും. അപ്പോൾ 15th ടേം എന്ന് പറയുന്നതിൽ ഈ 12ഉം 18ഉം 30ആണ്, 1ഉം 29ഉം 30ആണ്, അതുപോലെ 15ഉം 30ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എടുത്താൽ അതും എന്ത് തന്നെയായിരിക്കും, 126 തന്നെയായിരിക്കും വരിക. x15 എന്ന് പറയുന്നത് 126/2 163 വരും. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫസ്റ്റ് 29 ടേം ഓഫ് ദ സീക്വൻസ്. 29 ടേമിൻ്റെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, സമ്മ് കാണാൻ വേണ്ടിയിട്ട് മിഡിൽ ടേം ഇൻറ്റു നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മിഡിൽ ടേം എന്ന് പറയുമ്പം x15 ആണ്, നമ്പർ എന്ന് പറയും 29. 29 ഇൻറ്റു നമുക്ക് S29 ആണ് കാണേണ്ടത്. അപ്പോൾ 29 ഇൻറ്റു S15 ചെയ്താൽ മതി. അപ്പം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. സമ്മ് കാണാൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ. അപ്പോൾ 1827 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ ഷേപ്പ്ഡ് സ്വിമ്മിംഗ് പൂൾ ഈസ് 120 meters and ഏരിയ ഈസ് 896 സ്ക്വയർ മീറ്റേഴ്സ്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണെന്ന്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 120 ആണെങ്കിൽ L+B എന്തായിരിക്കും, 60 ആയിരിക്കും. അതിൻ്റെ പകുതിയായിരിക്കും. 120ൻ്റെ പകുതിയായ 60 ആയിരിക്കും. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ബി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. എൽ ഇപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 60 - x കിട്ടും. അങ്ങനെ നമ്മൾ L/B = ഏരിയ ആണ് അല്ലേ. L/B, L എന്ന് പറയുമ്പോൾ എക്സ്, ബി എന്ന് പറയുമ്പോൾ എക്സ്, നമ്മൾ 60 - x = 8986. നമ്മളതിന് എന്താ പറയുക, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിൻ്റെ എക്സ്, അതായത് ഫസ്റ്റ് എക്സ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട്, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവും പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറ്റും. അങ്ങനെ നമ്മളിവിടെ ഇപ്പം എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഈവൺ നമ്പർ ആയതുകൊണ്ട് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് x - 30 ഹോൾ സ്ക്വയർ = 4 എന്നും x - 30 + or - 2 എന്നും കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 32 എന്നും 28 എന്നും ആവാം. In the figure ABCDE are points on the circle. Angle BCD = 100 degree, angle CDF = 65 degree. അങ്ങനെയാണെങ്കിൽ ABC എത്ര, ABC നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. ABC എന്തായിരിക്കും, 65 ആയിരിക്കും. ABCയും 65 ആയിരിക്കും. അതായത് ഇവിടെ 65 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 65 ആയിരിക്കും. അപ്പോൾ ഇത് 65 ആയതുകൊണ്ട് ഇപ്പുറത്തെയും എന്തായിരിക്കും, 65 ആയിരിക്കും. അങ്ങനെ ABCയും AECയും 65 കിട്ടും. പിന്നെ BCE എന്ന് പറയുമ്പോൾ BCE എവിടെയുള്ള ആംഗിളാണത്, 180 നിന്ന് 90 പ്ലസ് എന്ത് മൈനസ് ചെയ്താൽ മതി, 90 + 65. അതായത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 90 ആണല്ലേ, ഇത് 90 ആണ്, ഇവിടെയുള്ളത് 65 ആണ്. നമ്മളിപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 90, അവിടെ 90 കുറച്ചിട്ടുള്ള ആ രീതിയിലും ചെയ്ത് നോക്കിയാൽ മതി. ടോട്ടൽ സം 180 എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ BCE കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 65 എന്ന് പറയും. അപ്പോൾ നമുക്കിത് 25 എന്ന് കിട്ടും. 25, പിന്നെ മറ്റേത് 25 എന്ന് കിട്ടും. ഇവിടെയുള്ള ഈ ആംഗിൾ 25 എന്ന് കിട്ടും. ഇത് 90 ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ 65 കിട്ടും. 90 - 65 25. ഇനി DAE എന്ന് പറയുമ്പോൾ DAE ഇതാണ്. ഇത് ഇവിടെ 100 ആണുള്ളത്. ഇത് നമ്മൾക്ക് സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ ടോട്ടൽ വരുമ്പോൾ നമുക്ക് അത് 100 ആയിട്ട് എടുക്കാം. ഇവിടെ ചെയ്യുന്നത്
180 മൈനസ് 100 പ്ലസ് 25 ആഡ് ചെയ്യുക. അപ്പോൾ 55 കിട്ടും. എ ബോക്സ് കണ്ടെയ്ൻസ് ബ്ലൂ ആൻഡ് യെല്ലോ ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 36. നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഈസ് 12. ഇഫ് ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ? അവിടെ പറഞ്ഞിരിക്കുന്നതിൽ യെല്ലോ ബോൾ നമുക്കറിയില്ല. ടോട്ടൽ ബോൾ 36ഉം നമ്പർ ഓഫ് ബ്ലൂ ബോൾ 12. അപ്പോൾ 12/26 എന്നാണ് വരിക. പക്ഷെ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് യെല്ലോ ആണ്. ആകെയുള്ളത് ആകെയുള്ളത് 36ഉം 12 ബ്ലൂ ആയിട്ടുണ്ടെങ്കിൽ 36 12 കുറച്ച് 24 യെല്ലോ ഉണ്ടാവും. അപ്പോൾ 24/36 ആണ് വരിക. ഇനി അത് 1/2 ആവണമെങ്കിൽ ഫ്യൂ ബ്ലൂ ബോൾ പുട്ട് ഇൻ ദ ബോക്സ്. അത് ബ്ലൂ എത്ര എണ്ണ ഉണ്ടായിട്ടുള്ളൂ? 12 എണ്ണ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഇട്ടപ്പോൾ അതെന്തായി? 1/2 ആയി. അപ്പോൾ 12ഉം 12ഉം 24. അതായത് 24 ഒരുപോലെ വന്നാൽ മാത്രമേ 24 വന്നാൽ മാത്രമേ അത് 1/2 എന്നുള്ള റേഷ്യോയിൽ വരുള്ളൂ. അപ്പോൾ ബ്ലൂ നമുക്ക് 24 ആക്കണം. 12 ബോളും കൂടെ കൂടുതലായിട്ട് വരണം. ഇൻ ദ ഫിഗർ ABCD is a rhombus and its perimeter 68. പെരിമീറ്റർ 68 ആയതുകൊണ്ട് തന്നെ നമുക്ക് റോംബസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും AB പ്ലസ് BC പ്ലസ് CD പ്ലസ് AD ആണ്. അതാണ് 68. അപ്പോൾ ഒരു സൈഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 68/4 17 എന്ന് കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE ആണ്. DE അതായത് ഹൈറ്റ് കാണണം. അപ്പോൾ ഇവിടെ 40 ആണെന്നറിയാം, ഇത് 17 ആണെന്നും അറിയാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് DE കണ്ടുപിടിക്കാം. sin 40 = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർട്യൂസ് DE/AD എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 10.931 കിട്ടും. ഏരിയ കാണേണ്ട ഇക്വേഷൻ BH ആണ്. AB × DE ആണ് BH. AB എന്ന് പറയുമ്പം 17 ആണ്. കാരണം ഇതും 17 ഇതെല്ലാം 17 ആണല്ലോ. അപ്പോൾ ഇത് 17 ആണ്. ഈ ഹൈറ്റ് നമുക്ക് 10 പോയിൻ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞാൽ 185.827 കിട്ടും. The algebraic form of an arithmetic sequence is 5n - 2. കോമൺ ഡിഫറൻസ് നമുക്ക് എന്നിൻ്റെ കോഡ് ചെയ്യുന്ന നമ്പറാണത് D5 ആണ്. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ഡിവൈഡ് ബൈ 5. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കൊടുത്താൽ മതി. അപ്പോൾ 5 × 1 എന്ന് പറയുമ്പോൾ 5 - 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 5 - 2 3 കിട്ടും. അത് തന്നെയായിരിക്കും നമ്മുടെ 5 കൊണ്ട്, അതായത് ഫസ്റ്റ് ടേം 3 ആണ്. 3 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് തന്നെയാണ് റിമൈൻഡർ കിട്ടുക. 3 തന്നെ റിമൈൻഡർ കിട്ടുക. In 2024 is a term of the sequence y. നമ്മൾ എന്ത് ചെയ്യുക? nth ടേം 2024 എന്ന് എടുക്കുക. അവിടെ നമുക്ക് ഓൾജിബ്ര ഉണ്ട് 5n - 2. അപ്പോൾ 5n - 2 2024 എന്ന് എടുക്കുക. 5n = 2024. ഈ -2 അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് +2 ആയിട്ട് 2026 വരും. n കാണുമ്പോൾ 2026/5. 0 വന്നാലും 5 വന്നാലും മാത്രമേ 5 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഇത് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും എന്ത് വരില്ല? പോയിൻ്റ് ഒന്നും ഇട്ട് ചെയ്യേണ്ടി വരില്ല. കംപ്ലീറ്റ് റിമൈൻഡർ ഉണ്ടാവാത്ത തരത്തിലാണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടുക. കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കും, നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ആൻസർ അല്ല. കാരണം 0യും അല്ല. അതായത് 2025 ആണെങ്കിൽ പറ്റും, 20 ആണെങ്കിൽ പറ്റും, 30 ആണെങ്കിൽ ഒക്കെ പറ്റും. പക്ഷേ 26 ഒന്നും പറ്റില്ല. 26, 27, 28, 29 പറ്റില്ല. അതുപോലെ 21, 22, 23, 24 പറ്റില്ല. 5ഉം 0യും വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ മാത്രമേ 5 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദ ഫിഗർ കോഡ്സ് ABCD meet at P. AB is perpendicular to CD. PCB 30 ഡിഗ്രി, PB 2 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് അളവുകൾ തന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 30 ഡിഗ്രി, 30ൻ്റെ ഓപ്പോസിറ്റ് 2 ആകുമ്പോൾ, അതായത് 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ ഇത് 2√3. ഇതെന്തായിരിക്കും? ഈ ലൈൻ 4 ആയിരിക്കും. ഈ ലൈൻ നമ്മളോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇത് 4 ആയിരിക്കും. 1:√3:2 ആണ്. അപ്പോൾ 2 ആകുമ്പോൾ 2√3 4 വരും. ഡബിൾ ആകുമ്പോൾ എല്ലാം ഡബിൾ ആകും. അത് തന്നെ. ഇനി നമ്മുടെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DAB? DAB എന്തായിരിക്കും? DAB അതും 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ DB ലെൻഡ് ചെയ്യുന്നതാണ്. D-ന്നും CB, DCB 30 ആണെങ്കിൽ DAB ഒന്ന് തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ആണ്, ഇവിടെ 6 ഉണ്ട്. ഇവിടെ 30ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും. ഇവിടെ 3√3 ആയിരിക്കും. ഇനി ഫൈൻഡ് ലെങ്ത് ഓഫ് PD കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ആണ്. അത് നമ്മൾ ആ റേഷ്യോ വെക്കുമ്പോൾ തന്നെ അവിടെ എഴുതി കൊടുക്കാം നമുക്ക്. ഫൈൻഡ് ലെങ്ത് ഓഫ് ദ കോഡ് AB ആൻഡ് CD. AB കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ABയുടെ നീളം എന്ന് പറയുമ്പോൾ 3√3 2 ആഡ് ചെയ്യാം. CD-യുടെ നീളം എന്ന് പറയുമ്പോൾ 3 + 2√3 ആണ്. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n² + 12n. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്? ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് S1 ആണ്. Sn ആണ് നമുക്ക് തന്നിരിക്കുന്നത്. n² + 12n എന്ന് പറയുന്നത് S1 ആണ്.
അപ്പോൾ S1 നമുക്ക് കിട്ടും. S1 13 കിട്ടും. S1 തന്നെയാണ് x1. S2 കാണാം. S2 നമുക്ക് 28 കിട്ടും. x2 കാണാൻ S2ൻ്റെ അകത്ത് നിന്ന് S1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 15 കിട്ടും. അതായത് ആദ്യത്തെ നമ്പർ 13 പിന്നത്തേത് 15 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കോമൺ ഡിഫറൻസ് 2 ആണ്. ഇനി നമ്മൾ ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് സം 364. അതായത് n² + 12n = 364 ചെയ്യാം. അതും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. n² + 12n 364 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ കൂടിയുള്ള നമ്പർ ഈവൺ നമ്പറാണ്. അപ്പോൾ 12ൻ്റെ പകുതി 6² രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ n+6² അപ്പുറം 400 വരും. n+6 = +or-20 ആണ് വരും. അതായത് n = ഈ 6 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 20 - 6 14 വരും. ഇനി ഇവിടെ -20 എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് -26 വരും. ഒരിക്കലും നമ്പർ എടുക്കുമ്പോൾ -26 ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 14 ആയിരിക്കും. നമ്പർ ഓഫ് ടേംസ്, അതായത് 14 നമ്പേഴ്സ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? അവിടെയുള്ള സമ്മ് കിട്ടിയിട്ടുണ്ടാവുക 364 കിട്ടിയിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 20 വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. P × PB = PC × PD എന്ന് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് TQ × TP = TS × TR എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് കണ്ടെത്താം. അവിടെ നമ്മൾക്ക് ഇവിടെ 6 × 4 ഇവിടെ 4 × 10 ആണ് വരിക. 6 + 4 10 4 × 10 40. അപ്പോൾ നമുക്ക് TQ എന്ന് പറയുമ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. TP 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. അതുപോലെ TQ × TP = 10 × 4 ആണ് വരിക. 40 വരും. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് RS കാണാൻ വേണ്ടി നമ്മൾ RSന് X എടുക്കാം. RSന് X എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് TS × TR = 40 എന്ന് കിട്ടും. TS × TR = 40 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ TS എന്ന് പറയുമ്പോൾ അതിൻ്റെ TR 5ഉം 5 + Xഉം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Xൻ്റെ വാല്യൂ 3 എന്നാണ് കിട്ടുക. Consider the sequence of numbers between 100 and 400 which leaves remainder 2 on division by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ബാലൻസ് വരുന്ന 100നും 400നും ഇടയിലുള്ള നമ്പർ. അത് ആദ്യത്തെ നമ്പർ 401 ആയിരിക്കും. രണ്ടാമത്തേത് 390. രണ്ടാമത്തേതല്ല, ലാസ്റ്റ് നമ്പർ 398 ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ n കണ്ടുപിടിക്കുക. n എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. അത് ചെയ്തപ്പോൾ നമുക്ക് 100 ആണ് കിട്ടുക. പിന്നെ സമ്മ് കണ്ട് ഇക്വേഷൻ സം = n/2 × x1 + x ആണ്. x1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഇവിടെ കണ്ടത് S100 ആണ് കാണേണ്ടത്. S100 കണ്ടാൽ നമ്മൾ 100/2 × x1 + x. x1 എന്ന് പറയുമ്പോൾ 101, x എന്ന് പറയുമ്പോൾ 398 ആണ്. അത് കൂട്ടിയിട്ട് 50 കൊണ്ട് ഇൻഡ് ചെയ്താൽ 24,950 കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചോയ്സ് ഉണ്ട്. എന്നിരുന്നാലും എക്സ്ട്രാ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫുൾ ഈസിയാണ്. 11 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിൽ 8 എണ്ണം മാത്രമേ എഴുതാണ്ടുള്ളൂ. 3 എണ്ണം ചോയ്സ് ആയിട്ട് വരും. അപ്പോൾ അത്രയും 2 എണ്ണം ചോയ്സ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇനിയിപ്പം നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യനും ചോയ്സ് ഉണ്ട്. 22 മുതൽ 29 വരെയുള്ള 8 ക്വസ്റ്റ്യനിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻ എഴുതണ്ടു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.